എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരുന്നത് ആരാണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയലുകളിൽ ഏതാണെന്ന് വച്ചാൽ അതിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായി തിരഞ്ഞെടുത്തത് ക്രീം നിറത്തിലുള്ള റോസാ പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ലൈഫിലേക്ക് ഉടൻ വരുന്ന വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുമായി ഉള്ള ഒരുമിച്ചുള്ളൊരു ജീവിതമാണ്. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹവും ഒക്കെ ഒപ്പിയെടുത്ത ഒരു ബന്ധം. ഒരു തരത്തിലും ജീവിതം ഒരു വലിയ അഹങ്കാരമാക്കാനോ അട്ടഹാസമാക്കാനോ ഒന്നും ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ജീവിതത്തെ ഫലവത്തായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിനെല്ലാം തന്മയത്വത്തോടെ തരണം ചെയ്യാനുള്ളൊരു പക്വത നിങ്ങളെപ്പോഴും കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഒരു ജീവിതം, നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതം, അത് ഏറ്റവും സന്തോഷപൂർണ്ണമായി നടന്നു കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഹങ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിച്ച് വലിയ പുറമേനി ചമയണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. തൻ്റെ ഇഷ്ട വ്യക്തിയുമായിട്ട് സ്വൈര്യമായൊരു ജീവിതം, സ്വൈര്യമായി തൻ്റെ ഇഷ്ട വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സന്തോഷപൂർണ്ണമായി നയിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും ആഘോഷിക്കാനുള്ള മനസ്സുള്ളപ്പോഴും അത് അനിയന്ത്രിതമായി അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു ആത്മീയ ചിന്തയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈശ്വരനാണ് എല്ലാം തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നിലനിർത്തി നൽകുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരന് അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടശക്തിക്ക്, തൻ്റെ പോസിറ്റീവ് എനർജിക്ക് എതിരായിട്ടുള്ളൊരു പ്രവർത്തനം നിങ്ങൾ നടത്തില്ല. ഒരിക്കൽ പോലും അന്യായമായി എന്തെങ്കിലും നേടാനോ ഉള്ളത് തന്നെ പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഉള്ളതിൽ അഹങ്കരിക്കാനോ പോലും നിങ്ങൾ തയ്യാറല്ല. ജീവിതം എപ്പോഴും സൗമ്യമായി തൻ്റെ ഇഷ്ട വ്യക്തിയുടെ എല്ലാ സംരക്ഷണവും തൻ്റെ ശക്തികൾ നൽകണം, തനിക്കും തൻ്റെ ഇഷ്ട വ്യക്തിക്കും സന്തോഷപൂർണ്ണമായൊരു ജീവിതം ഉണ്ടാകണം എന്നുള്ള ചിന്തയിൽ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് അതല്ലാത്തൊരു ചിന്തയെ ഇഷ്ടപ്പെടാനോ അതല്ലാത്തൊരു കാര്യത്തെ പറ്റി ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഇഷ്ടമില്ല. വളരെ സൗമ്യമായും വളരെ നല്ല രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങളെ തേടി വരുന്നതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ കരുതുന്ന ആൾ തന്നെ സന്തോഷത്തോടെ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഈശ്വരൻ നൽകും. അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നൊരു ഉറപ്പാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് നൽകാൻ നിങ്ങളുടെ ശക്തി പ്രതിജ്ഞാബദ്ധവുമാണ്. അടുത്തതായിട്ട് റോസ് നിറത്തിലുള്ള റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് ഒരുമിച്ചൊരു അടിച്ചുപൊളി ജീവിതമാണ്. എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ എല്ലാ നല്ല അവസരങ്ങളും പരിപൂർണമായി ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട്
ആർക്ക് മുമ്പിലും തൻ്റെ സ്നേഹവും തൻ്റെ ജീവിതവും തൻ്റെ യഥാർത്ഥ ജീവിത നിലപാടും പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ, അല്ലെങ്കിൽ നിങ്ങൾ. അത്രത്തോളം നിങ്ങൾ കമ്മിറ്റഡാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന എന്തുമായിക്കൊള്ളട്ടെ, അതിനോട് ഏറ്റവും ഊർജ്ജസ്വലമായി നിങ്ങളുടെ ജീവിതത്തേക്കാൾ കൂടുതൽ അതിനോട് ത്യാഗം ചെയ്യാനുള്ള ത്യാഗമായിട്ടുള്ളൊരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. സത്യങ്ങൾ സത്യം പോലെ തുറന്നു പറയും. ഒരിക്കലും ഒരു സത്യത്തെയും തടഞ്ഞു വെക്കുവാനോ ഒരു സത്യത്തെയും മാറ്റിമറിക്കാനോ ഒന്നും തയ്യാറല്ല. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുവാനും എല്ലാത്തിനെയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും നിലപാടെടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരിക്കലും ഒരു തെറ്റായ നിലപാടിനെ പിന്താങ്ങുകയോ ഒരു തെറ്റായ കാര്യത്തെ പറ്റി പറയുവാനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണുകയും എല്ലാ തരം പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജയിച്ചുകൊണ്ട് പോസിറ്റീവായി തന്നെ നിലപാടെടുക്കാനൊക്കെ ശക്തിയുള്ളൊരു വ്യക്തിയാണ്. ഒരിക്കലും അന്യായത്തെ നിങ്ങൾ പിന്താങ്ങില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടവും. നിങ്ങൾ ആരോട് കമ്മിറ്റഡായോ ആരുമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവോ അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ആർജവും ധൈര്യവും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ പല റിസ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ സംഭവിച്ച എന്തെന്ന് പറയുന്നത്, ഒരുപാട് പേരെ ശത്രുവാക്കേണ്ടി നിങ്ങൾക്ക് വന്നു. അങ്ങനെ ഒരുപാട് പേര് ശത്രുവാക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളങ്ങനെ റിസ്ക് എടുക്കുന്ന ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. കാരണം നിങ്ങളുടെ ആ അഗാധമായ ഇഷ്ടത്തിനും സ്നേഹത്തിനും മുമ്പിൽ കാലം തന്നെ കീഴടങ്ങുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ഉണ്ടാകുന്ന റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറുമാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച് ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ആ സാഹചര്യം നിങ്ങൾക്കും ആ വ്യക്തിക്കൊക്കെ അഭിമാനിക്കാൻ പോകുന്നതാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിക്കൊപ്പം നിലകൊള്ളാനും നിലപാടെടുക്കാനും കഴിഞ്ഞത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ആർജവമാണ്, ധൈര്യമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെടുത്ത റിസ്ക്കാണ് ആ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും കാരണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.